സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുജിത്ത്. അങ്കമാലി ഹോളി ഫാമിലി ഹൈസ്കൂളിൽ ബാസ്കറ്റ്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ഒരു മാസക്കാലം നീണ്ടുനിന്ന സമ്മർ ഫ്ലെയിം അവധിക്കാല കോച്ചിംഗ് ക്യാമ്പിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് ബാസ്കറ്റ്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. അങ്കമാലി MLA ശ്രീ റോജി M. ജോൺ മത്സരം ഉദ്ഘാടനം ചെയ്തു. നമ്മോടൊപ്പം നിൽക്കുന്ന നമുക്കേറെ സഹായകമായ നമുക്കൊത്തിരിയേറെ സഹായങ്ങളും നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ MLA ശ്രീ റോജി M. ജോണിനെ ഈ വേദിയിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വേനൽക്കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്രദമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതുപോലെ ഒരു മത്സരത്തിനുള്ള ഒരു അവസരം ഇവിടെ നമ്മുടെ സ്കൂൾ മുൻകൈയെടുത്തിവിടെ ഒരുക്കി. ഞങ്ങൾ ഇവിടെ വന്ന് ഈ ഗ്രൗണ്ട് കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ പരസ്പരം പറയുകയായിരുന്നു, നമ്മുടെ ബാസ്കറ്റ്ബോൾ കോർട്ട് ഏറ്റവും മനോഹരമായിരിക്കുന്നു, ഏറ്റവും ആധുനിക നിലവാരത്തിലുള്ള എനിക്ക് തോന്നുന്ന നിയോജകമണ്ഡലത്തിൽ സമീപ പ്രദേശങ്ങളിൽ സ്കൂളുകളേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും ആധുനിക നിലവാരമുള്ള ഏറ്റവും മെച്ചപ്പെട്ട ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട് നമ്മുടെ സ്കൂളിന് ലഭ്യമായി എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ടീച്ചേഴ്സും മാനേജറുടെയും എല്ലാവരുടെയും നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായി നമ്മുടെ ഡോക്ടർ വർഗീസ് മോളിൻ്റെയൊക്കെ സഹായത്തിന്റെ ഫലമായി നമുക്ക് ഈ ബാസ്കറ്റ്ബോൾ കോർട്ട് ഇവിടെ ലഭ്യമായി. കോർട്ട് പണിതാൽ അത് കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കണം. നമുക്കെല്ലാവർക്കും ഏറെ താല്പര്യമുള്ള ഒരു ഗെയിമാണ് ബാസ്കറ്റ്ബോൾ. ഹെഡ് മിസ്ട്രസ് റവറൻഡ് സിസ്റ്റർ ഷേബി കുര്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ മാത്യു തോമസ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി റോസ്ലി തോമസ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ലക്സി ജോയ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. ബാസ്കറ്റ്ബോൾ കോർട്ട് സംഭാവന ലഭിക്കുകയുണ്ടായി. അതിന്റെ ഉദ്ഘാടനത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കെടുത്തിരുന്നു. അന്ന് കൃത്യമായി ബാസ്കറ്റ് എന്തായാലും നിങ്ങൾ എല്ലാവരും കളിച്ച് രസിച്ച് ഈ അവധിക്കാലം ചെലവഴിച്ചു മത്സരത്തിന്റെ വേദി തോന്നിരിക്കുകയാണ്. കായിക അധ്യാപികയായ നിഷി പോൾ, റവറൻഡ് സിസ്റ്റർ മെറിൻ ജോർജ്, അധ്യാപകരായ ജസ്റ്റിൻ സ്റ്റീഫൻ, ജിൻസൺ പോൾ, സജു ജോസഫ് എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.